ക്യാൻവാസ് ഒരു ഒരു ഓർഗനൈസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്താണെന്നാണ് നവീൻ വിശ്വസിക്കുന്നത്? ക്യാൻവാസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒത്തിരി കലാ സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നാട്ടിൽ നടക്കാറുണ്ട്. ഇപ്പം KLF ആയിക്കോട്ടെ, കാ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ UK മലയാളികളെ സംബന്ധിച്ച് അത്തരം പരിപാടികൾ എപ്പോഴും നമുക്ക് മിസ്സായി പോകാറുണ്ട്. അപ്പം അത്തരമൊരു പരിപാടി UK ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ക്യാൻവാസ് എന്നൊരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. ഒത്തിരി UK മലയാളികൾക്ക് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഒരു പക്ഷേ ക്യാൻവാസ് രൂപപ്പെട്ടിട്ടുള്ളത്. UK മലയാളി സമൂഹം നമുക്കറിയാം, വലിയൊരു മലയാളി സമൂഹമാണുള്ളത്. പക്ഷേ ക്യാൻവാസ് എന്ന് പറയുന്നൊരു പരിപാടിയിൽ നമുക്ക് സാഹിത്യമുണ്ട്, പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, പാട്ട്, ഡാൻസ്, അല്ലാതെ ആഘോഷങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനൊരു മുഴുനീള പരിപാടിക്ക് നമുക്ക് നല്ലൊരു ഓഡിയൻസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എവിടെ നിന്നാണ് വന്നത്? ഉറപ്പായിട്ടും അങ്ങനെ നല്ലൊരു ഓഡിയൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ആ പേര് പറയുന്ന പോലെ ക്യാൻവാസ് ആണ്. അപ്പം ഒരു ക്യാൻവാസിൽ പല നിറങ്ങൾ കാണും. നമുക്ക് ഒരു കലാകാരൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പല കാര്യങ്ങളതിനകത്ത്, അല്ലെങ്കിൽ പല കലാരൂപങ്ങളോ അല്ലെങ്കിൽ പല സൃഷ്ടികളോ അതിനകത്ത് ഉൾപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതാണുള്ള ഒരു ക്യാൻവാസ്. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ സാധനം രൂപപ്പെട്ടതും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് സാഹിത്യ സെഷനുകളുണ്ട്, ഫിലിം റിലേറ്റഡ് പാനൽ ഡിസ്കഷനുകളുണ്ട്, ഫുഡ് സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഒരു ഫുൾ പാക്ക് ഒരു ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം പരിപാടികൾ ഒരു പക്ഷേ UK വളരെ കുറവാണ്. കാരണം നമുക്ക് മറ്റു ആഘോഷങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു സാംസ്കാരിക സാഹിത്യ സമ്മേളനങ്ങളിൽ എണ്ണം വളരെ കുറവാണ്. ഇല്ല എന്നല്ല, പക്ഷേ വളരെ കുറവാണ്. അപ്പം അത്തരമൊരു പരിപാടി വരുമ്പോൾ ഉറപ്പായിട്ടും മലയാളികൾ അതിൽ പങ്കെടുക്കുമെന്നും അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുമെന്നും തന്നെയാണ് വിശ്വാസം. എന്തായാലും നല്ല ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ട് എന്തായാലും ഇതൊരു വിജയമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു സാഹിത്യോത്സവം എന്ന് തന്നെ പറഞ്ഞ് അതിലൊരു കഥകളിയും പാട്ട്, ഡാൻസ് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം അതിനൊക്കെ പെർഫോമൻസ് ഇതുമാതിരി ഇൻഹൗസ് പെർഫോമൻസ് തന്നെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും എല്ലാം UK കലാകാരന്മാർ തന്നെയാണ്. കാരണം UK അവസരം കിട്ടണമല്ലോ. എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ എത്തിച്ചേർക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു സത്യത്തിൽ. അപ്പം ഒരു മ്യൂസിക്കൽ പരിപാടി ഉണ്ട് വൈകിട്ട്. അത് UK ഗായകരാണ്. അതിൻ്റെ ഓർക്കസ്ട്ര ആയിക്കോട്ടെ, കലാകാരന്മാരായിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ പ്രൊഫഷർ ആയിക്കോട്ടെ, എല്ലാം UK ഈ പറഞ്ഞ പോലെ നാട്ടിൽ നമുക്ക് ഡോക്ടർ അരുൺകുമാറും ഡോക്ടർ വേണു പോലെയുള്ള ഗസ്റ്റുകൾ നാട്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി ബാക്കി പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും പെർഫോം ചെയ്യുന്നതെല്ലാം UK തന്നെയാണ്. അതെ, ഇപ്പം ഞാനൊരു ഗസ്റ്റായിട്ട് വരുന്നു, എൻ്റെ ഇൻട്രസ്റ്റിലുള്ള ഒരു സെഷൻ അല്ല ലൈവായിട്ട് പാനൽ ഡിസ്കഷനോ എന്തെങ്കിലും സ്റ്റേജിൽ നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? നമ്മൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ആ ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും താല്പര്യങ്ങൾ പല രീതിയിലായിരിക്കും. സാഹിത്യം താല്പര്യമുള്ളവർ കാണും, അല്ലെങ്കിൽ ഫിലിമിന് താല്പര്യമുള്ളവർ കാണും, ഇതെല്ലാം താല്പര്യമുള്ളവരും കാണും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിലാണ് ഒരു ഡേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഔട്ട്ഡോർ സ്റ്റാളുകളുണ്ട്, അതുപോലെ ഫുഡ് സ്റ്റാളുകളുണ്ട്, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ചെടികളുള്ള സ്റ്റാളുകളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഗെയിമിൻ്റെ സ്റ്റാളുകൾ പുറത്തുണ്ട്. പിന്നെ ഒരു മലയാളം സ്കൂളിൻ്റെ, മയിൽപ്പീലി മലയാളം സ്കൂളിൻ്റെ ഒരു സ്റ്റാളുണ്ട്, റോബോട്ടിക്സിൻ്റെ സ്റ്റാളുണ്ട്, സ്റ്റെം സെൽ ഡൊണേഷൻ ക്യാമ്പയിൻ്റെ ഒരു സ്റ്റാളുണ്ട്. സോ അത്തരത്തിൽ വിവിധങ്ങളായ സ്റ്റാളുകളുണ്ട്. അതിന് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ അകത്ത് ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ഒരൊറ്റ ടോപ്പിക്കിലല്ല ഡിസ്കഷൻസ് നടക്കുന്നത്. ഇപ്പം ഫിലിം റിലേറ്റഡ് ഒരു സെഷനുണ്ട്, മീഡിയ റിലേറ്റഡ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു സെഷനുണ്ട്. അപ്പം ആ സെഷനുകളും അത്രയും വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാളുകളും വൈവിധ്യങ്ങളായ സ്റ്റാളുകളാണുള്ളത്. ഇനി എല്ലാം കഴിഞ്ഞ് വൈകിട്ടൊന്ന് റിലാക്സ് ആകാനായിട്ടൊരു മ്യൂസിക്കൽ പരിപാടിയുണ്ട്. അതിനോടൊപ്പം തന്നെ ചില ഡാൻസും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കഥകളി പോലുള്ള പെർഫോമൻസും എല്ലാം കൂടെ ഒരു ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് തരത്തിലുള്ള ഇഷ്ടങ്ങളായിക്കോട്ടെ, പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അകത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് എല്ലാവരുടെയും ഇഷ്ടത്തിനുണങ്ങുന്ന 1-2 പരിപാടികൾ എന്തായാലും ക്യാൻവാസിൽ കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിപ്പോൾ വിവിധ തരം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, പല ജനറേഷനിലുള്ള ഓഡിയൻസിനെയും കൈരളി UK അതിൻ്റെ സംഘാടകർ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ ആ ഒരു ഇൻക്ലൂസിവിറ്റി നമ്മൾ എയിം ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം. കാരണം ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിൽ ഇപ്പം 1-2 പേർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്നതിലുപരി വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഫാക്ടർ കാണണം. അടുത്ത വർഷം ക്യാൻവാസ് എന്ന് കേൾക്കുമ്പോൾ വരാനായിട്ട് തോന്നണം എന്നൊരു രീതിയിലാണ് ഈ സാധനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം കൈരളി UK എമ്പാടും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ അസോസിയേഷൻസ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഏകോപനം ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. കൈരളി UK എന്ന് പറയുന്ന ഒരു സംഘടന ശരിക്കും എന്താണെന്ന് പരിചയപ്പെടുത്താം? തീർച്ചയായിട്ടും കൈരളി ഈ പറഞ്ഞ പോലെ തന്നെ കൈരളി UK നിൽക്കുന്നൊരു സംഘടനയാണ്. 40-ലധികം യൂണിറ്റുകളുള്ളൊരു സംഘടനയാണ് ഇന്ന് കൈരളി UK. നമുക്ക് സ്കോട്ട്ലൻഡിലായിക്കോട്ടെ, വെയിൽസിൽ, നോർത്ത് അയർലൻഡ് എല്ലായിടത്തും യൂണിറ്റിലുള്ളൊരു സംഘടനയാണ്. 2021 രൂപപ്പെട്ടൊരു സംഘടനയാണ്. ഒരു പ്രോഗ്രസീവ് കൾച്ചറൽ ഓർഗനൈസേഷനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സംഘടനയാണ്. റാൽഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഘോഷങ്ങളുണ്ട്, എന്നാൽ ഉപരി നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വൈഡാണ്.
കഴിഞ്ഞ കുറച്ച് വർഷക്കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് ഇടപെട്ടിട്ടുള്ളതും വിവിധങ്ങളായ പരിപാടികളാണ് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പം എടുത്തു പറയാനായിട്ട് നമ്മൾ വളരെ റീസെൻ്റായിട്ട് ചെയ്തൊരു ക്യാമ്പയിനാണ് യുണൈറ്റഡ് ഇൻ കൈൻഡ്നസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. അപ്പം അത്തരമൊരു ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെക്കാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മലയാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കുറച്ചുകൂടെ വൈഡറായിട്ട് UK എല്ലാ ആൾക്കാരിലേക്കും എത്തിച്ചേരുന്ന രീതിയിലാണ് പരിപാടികൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വരുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് ഇൻ കൈൻഡ്നസ്സിൽ നമ്മൾ ചെയ്ത ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനും UK ഫുഡ് ബാങ്കിലേക്കുള്ള ഫുഡ് ഡൊണേഷൻ ക്യാമ്പയിനുകളുമാണ് അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ റോബോട്ടിക്സ് ക്ലാസ്സുകളുണ്ട്, മലയാളം സ്കൂളുകൾ, കലാസന്ധ്യകൾ, പിന്നെ നമുക്കൊരു ഫിലിം ക്ലബ്ബുണ്ട്, ബുക്ക് ക്ലബ്ബുണ്ട്, അഗ്രികൾച്ചർ ക്ലബ്ബുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു OETയുമായി ചേർന്നുകൊണ്ട് ഫ്രീ OET ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. നേസസ് ഫോറം ഉണ്ട്. ആ നേസസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടൊരു നേസസിൻ്റെ കരിയർ പ്രൊഫഷൻ വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 40-ലധികം യൂണിറ്റുകളുള്ളതുകൊണ്ട് എല്ലാ വീക്കെൻഡെങ്കിലും UK എവിടെയെങ്കിലും ഒരു പരിപാടികൾ നടക്കുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്യാൻവാസ് ജൂൺ 20-ാം തീയതി അല്ലേ? ജൂൺ 20-ാം തീയതി വെംബ്ലി സഡ്ബറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ആ ഒരു ദിവസം മൊത്തം ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വരുന്ന ആൾക്കാർക്ക് പാർക്കിങ്, മറ്റ് സൗകര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കും ഒരുക്കിയത്? നമുക്ക് പരിപാടി നടക്കുന്നത് സഡ്ബറി പ്രൈമറി സ്കൂളിലാണ്, വെംബ്ലിയിലാണ്. വെംബ്ലി സ്റ്റേഡിയത്തിൻ്റെ അധികം ദൂരം ഇല്ലാതെ അടുത്ത് തന്നെയാണ് ഉള്ളത്. വെന്യൂവിൽ ഓൺ സൈറ്റിൽ പാർക്കിംഗ് കുറച്ച് സൗകര്യങ്ങളുണ്ട്. അതുകൂടാണ്ട് തൊട്ടടുത്ത് തന്നെ വെയിൽ പാർക്ക് സ്പോർട്സ് സെൻ്ററിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ കൂടെ ഉണ്ട്. ഫ്രീ പാർക്കിംഗ് ആണ്. അവിടെ ഒത്തിരി കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. കാരണം പരിസരങ്ങളിലൊക്കെ പാർക്കിംഗ് സ്പേസുകളുണ്ട്. പിന്നെ എല്ലാവരും നേരത്തെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയാനുള്ളത്. എത്ര മണിക്കാണ് പരിപാടി തുടങ്ങാൻ? നമ്മളിപ്പോൾ ഒരു 10 മണിയാണ് എയിം ചെയ്യുന്നത് പരിപാടി തുടങ്ങാനായിട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഇത്രത്തോളം പരിപാടികൾ നമുക്ക് ആ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അധികം വൈകിപ്പിക്കാണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ആ സമയത്ത് എത്തിച്ചേരുക. അപ്പം ഉറപ്പായിട്ടും പാർക്കിംഗ് സ്പേസ് ഒരു പ്രശ്നമായിരിക്കില്ല. പിന്നെ വളരെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, രജിസ്ട്രേഷൻ ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്രീ രജിസ്ട്രേഷൻ ആണ്. എല്ലാവരും എത്തുക, ഫാമിലി ആയിട്ട് വരിക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ക്യാൻവാസ്. അത് രാവിലെ വന്നാൽ ഉച്ചയ്ക്കും വൈകിട്ടും ലഞ്ചും ചായയും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഫുഡ് സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റുകൾ നടത്തുന്ന ഫുഡ് സ്റ്റാളുകളുണ്ട്. അതുകൂടാണ്ട് ഒരു കാറ്ററിംഗ് കമ്പനി നടത്തുന്ന ഫുഡ് സ്റ്റാളുണ്ട്. ഇപ്പം നമുക്ക് മീൽസും കാണും. ഒപ്പം തന്നെ നമ്മുടെ ഒരു യൂണിറ്റ് ഒരു ചായക്കട സെറ്റ് ചെയ്യുന്നുണ്ട്. നാടൻ പലഹാരങ്ങളും നാട്ടിലെ നാടൻ രുചികളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒത്തിരി പേരെ പരിചയപ്പെടുകയും ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്കോട്ട്ലൻഡിൽ നിന്ന് വരുന്നവരുണ്ട്, വെയിൽസിൽ നിന്ന് വരുന്നവരുണ്ട്, നോർത്തേൺ അയർലൻഡിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും പരിചയപ്പെടാം, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാം. വലിയൊരു ക്യാൻവാസാണ്.